എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. HSA മാത്സ് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും ഇത് കണ്ടിരിക്കുക. സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് 10 സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടി കഴിഞ്ഞിട്ട് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് on A equal to set of all 1, 2, 3 is an equivalence relation? എങ്ങനെയാണ് ഇക്വാലൻസ് റിലേഷൻ അറിയുക? ഇക്വാലൻസ് റിലേഷൻ അറിയണമെങ്കിൽ റിഫ്ലെക്സിവിറ്റി ഉണ്ടാവണം, പിന്നെന്താണ് സിമ്മെട്രി ഉണ്ടാവണം, പിന്നെന്താണ് ട്രാൻസിറ്റിവിറ്റി ഉണ്ടാവണം. ഇതൊക്കെ എന്താണെന്ന് അറിയോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. റിഫ്ലെക്സിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ every element x belongs to A, the pair xx must be in the relation. അതായത് എക്സ് ഒരു അംഗമാണ്, എയിലെ ഒരു അംഗമാണെങ്കിൽ എക്സ് എക്സ് എന്നുള്ളത് നമ്മളുടെ ഈ ഒരു റിലേഷനിൽ ഉണ്ടാവണം. ഇനി അടുത്തത് സിമ്മെട്രി എന്താണ്? സിമ്മെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനി എലിമെന്റ് എ ബി ബിലോങ്സ് ടു എ ഇഫ് എ ബി ഈസ് ഇൻ റിലേഷൻ ബി എ മസ്റ്റ് ബി ഇൻ റിലേഷൻ. എ ബി എന്ന് പറയണത് റിലേഷനിൽ ഉണ്ടെച്ചെങ്കിൽ നമുക്ക് ബി എയും ആ റിലേഷനിൽ കാണണം, എങ്കിലാണ് ഇത് സിമ്മെട്രി ആണ് എന്ന് പറയാം. ഇനി ട്രാൻസിറ്റിവിറ്റി എങ്ങനെ പറയാ? എ ബി എനി എലിമെന്റ് എ ബി ബിലോങ്സ് ടു എ ഇഫ് എ ബി ആൻഡ് ബി സി ആർ ഇൻ ദി റിലേഷൻ. അങ്ങനെയാണ് വെച്ചെങ്കിൽ എ സിയും ഈ റിലേഷനിൽ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് അത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ഓപ്ഷനും. ഇതിൽ സിമ്മെട്രി ഉണ്ടോ നോക്കൂ. 1 1 2 2 3 3. അതായത് 1 2 3 ആണ് എയിലെ അംഗങ്ങളെങ്കിൽ എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു റിലേഷൻ, അതായത് 1 1 2 2 3 3 ഉണ്ട് അല്ലെ. അപ്പൊ അത് റിഫ്ലെക്സീവ് ആണ് എന്ന് കിട്ടി. സിമ്മെട്രി എങ്ങനെയാണ് പറയുക? എ ബി ഉണ്ട് വെച്ചെങ്കിൽ ബി എയും ഉണ്ടാവണം. അങ്ങനെയുണ്ടോ നോക്കൂ, അതും ഉണ്ട് അല്ലെ. ഇനി നെക്സ്റ്റ് എന്താ പറയണേ? ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയണം. അതായത് എ ബി ഉണ്ട് ബി സിയും ഉണ്ട് എങ്കിൽ എ സി ഉണ്ടാവണം എന്ന്. അതായത് എ ബിയും ബി സിയും അങ്ങനെ ഒരു എണ്ണം നമുക്ക് ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഇത് എന്താണെന്ന് പറയാം? നമുക്ക് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയാം. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ ആണ് ഓപ്ഷൻ. എന്തുകൊണ്ട് ഇത് ഇല്ലാണ്ടായി? ഇതില്ലാണ്ടായത് 1 2 ഉണ്ട് വെച്ചെങ്കിൽ 2 1 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ പിന്നെ എന്താ വേണം? 1 1 വേണം. 1 1 ഇവിടെ ഉണ്ട്, പക്ഷെ 1 2 ഉണ്ട് വെച്ചെങ്കിൽ 2 1 വേണം എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ ആവുമ്പോഴേ ഇക്വാലൻസ് ആവുള്ളൂ. അപ്പൊ ഇത് ഇക്വാലൻസ് അല്ല. ഇനി ഇത് എങ്ങനെയാണ്? ഇത് നോക്കി നോക്കൂ. ഇവിടെ എന്താണ്? 2 2 ഇല്ല. അപ്പൊ പിന്നെ ഇക്വാലൻസ് ആവാൻ സാധ്യതയുണ്ടോ? ഇല്ല. കാരണം എയിലുള്ള അംഗങ്ങൾ 1 2 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 1 ഉം 2 2 ഉം 3 3 ആവശ്യമുണ്ട്. ഇനി ഇവിടെ ആവുമ്പോഴും ഇതേപോലെ തന്നെ 1 1 ഉം 3 3 ഇല്ല. അപ്പൊ പിന്നെ ഇക്വാലൻസ് ആവോ? ഇല്ല, ഇക്വാലൻസ് ആവില്ല. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The function given f from n to n by f of x equal to 2x is എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ 1 1 ആണെന്ന് പറയാൻ എന്താ നമ്മൾ ഉപയോഗിക്കുക? അതായത് ഇൻജക്റ്റീവ് അല്ലെങ്കിൽ 1 1 എന്ന് പറയണെച്ചെങ്കിൽ എവറി എലിമെന്റ് ഓഫ് കോഡൊമൈനിലുള്ള എല്ലാ എലിമെന്റിനും ഡൊമൈനിലെ ഏതെങ്കിലും ഒരു എലിമെന്റുമായിട്ട് നമ്മൾ മാപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ 1 1 എന്ന് പറയാ. അപ്പൊ ഇതിലുള്ള എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എഫ് ഫ്രം എൻ ടു എൻ ആണ്. എന് ഏതൊരു സംഖ്യ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? 2x 2n കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് 1 to 1 ആണെന്ന് പറയാം. 1 to 1 ആണെന്ന് പറയാം. ഇനി എന്താണ്? ഓൺ ടു ആണ് വെച്ചെങ്കിൽ എന്ത് വേണം? ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് ആവണെച്ചെങ്കിൽ കോഡൊമൈനിലുള്ള ഓരോ എലിമെന്റിനും ഡൊമൈനിലെ ഒരു എലിമെന്റുമായി മാപ്പ് ചെയ്യണം. അതായത് ഇതിന്റെ കോഡൊമൈൻ ഇപ്പൊ എന്താ പറയാ?
n to n ആണ് അല്ലെ, കോഡമീൻ n ആണ്. അപ്പൊ ഇതില് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, 2x ആണ് അല്ലെ. അപ്പൊ ഓരോ n-നും നമുക്ക് എന്താണ് ഈവൺ നമ്പർ ആണ് വരിക അല്ലെ. അപ്പൊ എന്നിലുള്ള ഈ കോഡമൈൻ എന്ന് പറയുന്ന എന്നിലുള്ള ഓഡ് നമ്പേഴ്സിനൊന്നും എന്ത് ഡൊമൈനില് മാപ്പ് ചെയ്യണില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓൺ ടു അല്ല എന്ന് പറയാം അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ, 1 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല. 1 1 ബട്ട് നോട്ട് ഓൺ ടു എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ഈസ് ഡിഫൈൻഡ് ഓൺ. അതായത് സൈനിന്റെ വാല്യൂ മിനിമം വരിക -1ഉം മാക്സിമം വരിക 1ഉം ആണ് അല്ലെ. അപ്പൊ -1 വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് -π/2ലാണ് വരുന്നത് അല്ലെ. 1 വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എവിടെയാണ്, π/2ലാണ് അല്ലെ. സൈൻ 0 ആണ് 0, സൈൻ 90 ആണ്, അതായത് സൈൻ π/2 ആണ് 1. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഏതില് ഇടയിൽ വരണം, -π/2നും π/2നും ഇടയിൽ വരണം. പക്ഷെ അത് ഓപ്പൺ ബ്രാക്കറ്റ് ആണോ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണോ, രണ്ട് തരത്തിൽ തന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ ഈ -1 ഒരു വാല്യൂ ആണ്. സൈൻ π/2 സൈൻ -π/2 വരുമ്പോഴാണ് അല്ലെ, സൈൻ -π/2 എന്ന് പറയുമ്പോ സൈൻ ഓഫ് -x എന്ന് പറയുമ്പോ മൈനസ് സൈൻ എക്സ് ആണ്, മൈനസ് സൈൻ π/2 ആണ്. സൈൻ π/2 എത്രയാണ്, 1. അപ്പൊ -1 എന്ന ആൻസർ കിട്ടും അല്ലെ. ഇനി ഇവിടെ വരുമ്പോഴോ സൈൻ ഓഫ് π/2 എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. അപ്പൊ -π/2നും π/2നും ഇടയ്ക്ക് ഇത് രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അപ്പൊ എന്താ വേണം, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആവണം. അപ്പൊ എക്സ് ബിലോങ്സ് ടു -π/2, π/2 ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് വേണ്ടത്. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question, the slope of the tangent to the curve y equal to x cube minus x at x equal to 2. എങ്ങനെ നമ്മൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കാണാം, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കാണണം, dy/dx കാണണം. dy/dx എങ്ങനെ വരെ, ഇതിന്റെ എക്സ് ക്യൂബിന്റെ d/dx ഓഫ് എക്സ് ക്യൂബ് എന്താ വരിക, 3x² അല്ലെ. 3x² ആണ്, മൈനസ് എക്സിന്റെ d/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ് അല്ലെ. ഇനി അത് സ്ലോപ്പ് ടു ദ ടാൻജന്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2 ആണ് കണ്ടത്. അപ്പൊ dy/dx അറ്റ് എക്സ് ഈക്വൽ ടു 2 എങ്ങനെയാണ് കാണുക, 3 ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കുക, 2 കൊടുക്കുക. 2² മൈനസ് 1 അത് എത്രയാണ്, 12 മൈനസ് 1 അല്ലെ, 12 മൈനസ് 1 അത് എത്രയാണ്, 11. അപ്പൊ ഏതാണ് ആൻസർ, ബി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഈ ഒരു ഇക്വേഷന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് x ഈക്വൽ ടു അതിൽ തന്നിരിക്കുന്ന എത്രയാണോ വാല്യൂ അത് കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x³ ആൻഡ് g ഓഫ് എക്സ് ഈക്വൽ ടു x⁻⁴ then g0f ഓഫ് എക്സ് ഈസ്. എങ്ങനെയാണ് ചെയ്യുക, g0f ഓഫ് എക്സ് ആണ് കണ്ടത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് കാണുക, g0 ഓഫ് f ഓഫ് എക്സ് അല്ലെ. g0 ഓഫ് f ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, g0 ഓഫ് f ഓഫ് എക്സ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 8x³ ആണ്. അപ്പൊ 8x³, അപ്പൊ g0 8x³ എങ്ങനെ കാണാ, ഈ g ഓഫ് എക്സിൽ എക്സിന് പകരം എന്ത് പറയണം, 8x³ എന്ന് പറയണം. അപ്പൊ എന്ത് പറയാ, 8x³ ഹോൾ റേസ് ടു 1/3 എന്ന് വന്നു അല്ലെ. ഈ 8നെ ഞാൻ 2³ എന്ന് എഴുതിയൂടെ, അപ്പൊ 2³ x³ ഹോൾ റേസ് ടു 1/3 അല്ലെ. അപ്പൊ 2³ ഹോൾ റേസ് ടു 1/3 എത്രയാണ്, 2⁻1 ആവും അല്ലെ. ഇതാവുമ്പോഴോ x⁻3 ഇൻറ്റു 1/3 വരും. അപ്പൊ എത്രയാവും, x⁻1 ആവും. അപ്പൊ എന്താണ് ആൻസർ, 2x എന്നുള്ളതാണ് ആൻസർ. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ്
all possible 2 by 2 matrices with entries 0 or 1. അതായത് 0 അല്ലെങ്കിൽ 1 അതല്ലേ അതായത് 2 by 2 മെട്രിക്സിലെ ടോട്ടൽ നമ്പർ ഓഫ് എലിമെന്റ്സ് പ്രസന്റ് എന്താണ് 2 by 2 മെട്രിക്സ് ആണ് വെച്ചെങ്കിൽ 4 നമ്പേഴ്സ് ആണ് ഉണ്ടാവുക, എലിമെന്റ്സ് ആണ് ഉണ്ടാവുക അല്ലെ മെട്രിക്സില്. അപ്പൊ ഈ ഓരോ എലിമെന്റ്സും റീപ്ലേസ് ചെയ്യണം. ഓരോ സ്ഥാനത്തും നമ്മൾ 1 അല്ലെങ്കിൽ 0 അങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുക. അങ്ങനെ 4 പ്ലേസിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം അല്ലെ. അപ്പൊ എത്ര വരും? 2 into 2 into 2 into 2 അല്ലെ. അത് എത്രയാണ്? 2 raised to 4. അത് എത്രയാണ്? 16 അല്ലെ. 16 ആണ് അപ്പൊ ആൻസർ. ഇനി 3 by 3 മെട്രിസസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയാണ് വരിക? അതായത് പോസിബിൾ ഔട്ട്കംസ് എത്രയുണ്ടെന്ന് നോക്കുക. 3 by 3 മെട്രിസസ് ആണ് വെച്ചെങ്കിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? 3 by 3 9 എലിമെന്റ്സ് ആണ് ഉള്ളത് അല്ലെ. ഓരോ ഔട്ട്കംസിനും 2 പോസിബിലിറ്റി ആണ് ഉള്ളത് അല്ലെ, 0 അല്ലെങ്കിൽ 1. അപ്പൊ 3 by 3 മെട്രിസസ് ആണ് വെച്ചെങ്കിൽ ഇവിടെ എന്ത് ആൻസർ വരും? 2 raised to 9 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ 2 by 2 ആണ് അവർ തന്നിരിക്കുന്നത്, അതുകൊണ്ട് 16 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് 2 raised to 4. 4 എങ്ങനെയാ വന്നത്? 2 by 2 മെട്രിസസിലെ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? 2 into 2 അതായത് 4. അപ്പൊ 2 raised to 4 16. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് x minus 1 x plus 1 x ഈസ്. എങ്ങനെയാണ് ചെയ്യുക? ഇതിനെ രണ്ടിനെയും കൂടി ഗുണിക്കുക അല്ലെ. എക്സ് സ്ക്വയർ മൈനസ്, ഇനി ഇതിനെ രണ്ടിനെയും ഗുണിക്കണം. അതെങ്ങനെയാണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 അല്ലെ. അതെത്രയാണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയില്ലേ. മൈനസ് ഓഫ് മൈനസ് 1 പ്ലസ് 1. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ square matrices of the same order, then a plus b into a minus b is equal to. എന്താണ് ആൻസർ വരിക? അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ. നമുക്ക് അറിയാം എന്താണെന്ന്. ഇത് മെട്രിക്സ് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ് അല്ലെ. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് എന്ത് ചെയ്യാം? എ ഇൻറ്റു എ മൈനസ് ബി പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇത് എന്ത് വരും? എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി എ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. പക്ഷെ എ ബിയും ബി എയും സെയിം ആണോ? അല്ല. മെട്രിക്സ് പ്രോഡക്റ്റിൽ എപ്പോഴും എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ്. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഏതാണ് ആൻസർ? എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി എ മൈനസ് ബി സ്ക്വയർ, സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈസ് എ 3 by 3 matrix with determinant a equal to 5, then determinant adjoint a is. എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക? അതായത് ഇതിനൊരു വാക്യമുണ്ട്. ഡിറ്റർമിനന്റ് എ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എ കാണാൻ വേണ്ടി ഡിറ്റർമിനന്റ് എ റേസ് ടു n മൈനസ് 1 ആണ്. അതായത് എന്ത് വരും? അപ്പോ 5 റേസ് ടു n മൈനസ് 1. അതായത് n ഇതില് എത്രയാണ്? 3 ആണ്. 3 by 3 മെട്രിക്സ് ആണ്. അപ്പൊ 3 മൈനസ് 1 അത് എത്രയാണ്? 2. 5 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാണ്? 25. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു മെട്രിക്സ് 1 3 മൈനസ് 2 4 ദെൻ അഡ്ജോയിന്റ് എ ഈസ്. ഇതൊരു 2 by 2 മെട്രിക്സസ് അല്ലേ. അപ്പൊ 2 by 2 മെട്രിക്സസ് ആണ് വെച്ചെങ്കിൽ അതിന്റെ അഡ്ജോയിന്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ഈ ഫസ്റ്റിലും ഫോർത്തിലും നമ്മൾ തിരിച്ചെഴുതണം. അതായത് ഫസ്റ്റ് ഫോർത്ത് ആയിട്ടും ഫോർത്ത് ഫസ്റ്റ് ആയിട്ടും എഴുതണം. 4ഉം 1ഉം ഇവിടെ വരും, 4ഉം 1ഉം ഇവിടെ വരും. ഇനി നമുക്ക് ഇതിന്റെ സൈൻ മാറും. -3 ആവും, ഇതിന്റെ സൈൻ 2 ആവും. അപ്പൊ 4 - 3 2 1. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. വേഗത്തിൽ ചെയ്യാൻ പറ്റാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫാക്ടർ എടുത്തിട്ട് അഡ്ജോയിന്റ് എ ഒക്കെ ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. 2/2 ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം എളുപ്പത്തിൽ. അതായത് ഇതിനെ രണ്ടിനെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക. പിന്നെ ഇതിന്റെ സൈൻ മാത്രം മാറ്റി എഴുതുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റും ഓരോ ലൈക്കും ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കുള്ള ഊർജം. അപ്പൊ അത് നഷ്ടപ്പെടുത്താതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.